25,000 വർഷത്തിനിടെ പതിച്ച രണ്ട് കൂറ്റൻ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ ദീർഘകാല പ്രത്യാഘാതങ്ങളൊന്നും സൃഷ്ടിച്ചില്ല എന്ന വിലയിരുത്തൽ. ഇന്നത്തെ റഷ്യയുടെ ഭാഗത്തും അമേരിക്കയുടെ കിഴക്കൻ തീരത്തും പതിച്ച ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ചാണ് പഠനം. കാലാവസ്ഥാ മാറ്റമടക്കമുള്ള ദീർഘകാല പ്രത്യാഘാതങ്ങൾ കൂട്ടിയിടിയെ തുടർന്ന് ഭൂമിയിൽ ഈ ചിഹ്നഗ്രഹങ്ങൾ സൃഷ്ടിച്ചിരിക്കാമെന്ന മുൻ അനുമാനം തെറ്റിക്കുകയാണ് പുതിയ കണ്ടെത്തൽ. 25,000 വർഷത്തിനിടെ രണ്ട് പടുകൂറ്റൻ ചിഹ്നഗ്രഹങ്ങളാണ് ഭൂമിയിൽ പതിച്ചത്. ഇവയിൽ ആദ്യത്തേത് റഷ്യയിൽ 60 മൈൽ വ്യാസമുള്ള വലിയ ഗർത്തത്തിന് കാരണമായി. അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് ചെസാപീക്ക് ബേയിൽ 36 മില്യൺ വർഷം മുൻപായിരുന്നു രണ്ടാമത്തെ ചിഹ്നഗ്രഹം പതിച്ചത്. ഭൂമിയിൽ ചിഹ്നഗ്രഹം പതിച്ച് സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും ഭീമാകാരമായ ഗർത്തങ്ങൾ രണ്ടെണ്ണമാണ് ഇവയെങ്കിലും ഈ കൂട്ടിയിടി പിന്നീടുള്ള 1,50,000 വർഷങ്ങളിൽ ഭൂമിയിൽ വലിയ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമായില്ല എന്ന കമ്മ്യൂണിക്കേഷൻസ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു. ചെസാപീക്ക് ബേയിലെ കടൽത്തട്ടിൽ ചിഹ്നഗ്രഹം പതിച്ചുണ്ടായ ഗർത്തത്തിൽ നിന്ന് കണ്ടെത്തിയ ഫോസിലുകൾ പരിശോധിച്ചാണ് ഗവേഷകർ നിഗമനങ്ങളിലേക്ക് എത്തിയത്. എന്നാൽ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിച്ചതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മാത്രമാണ് പഠിച്ചതെന്നും 10-100 വർഷങ്ങളുടെ ചെറിയ കാലയളവിൽ വലിയ ആഘാതം ഇവ സൃഷ്ടിച്ചിരുന്നിരിക്കാമെന്നും ഗവേഷകർ അടിവരയിട്ട് പറയുന്നു. ചിഹ്നഗ്രഹങ്ങളുടെ പതനത്തെ തുടർന്ന് ഭൂമിയിൽ ഉടനടിയുണ്ടായ അനന്തരഫലങ്ങൾ വിനാശകരമായിരിക്കാമെന്ന് ഗവേഷകർ ഉറപ്പിക്കുന്നു. 5 മൈൽ വ്യാസമുള്ള ചിഹ്നഗ്രഹങ്ങളായിരിക്കും പതിച്ചത്. ഇവ വലിയ ഗർത്തങ്ങൾക്ക് കാരണമായി. ചിഹ്നഗ്രഹം ഭൂമിയിൽ കൂട്ടിയിടിക്കുമ്പോഴുണ്ടാകുന്ന ആഘാതം എത്ര ശക്തമാണെന്നതിന് ഇത് തെളിവാണ്. ചിഹ്നഗ്രഹങ്ങളുടെ പതനം തീപിടുത്തത്തിനും വായുവിൽ പൊടിപടലങ്ങളുടെ മേഘക്കൂട്ടത്തിനും സുനാമിക്കും കാരണമായിട്ടുണ്ടാകാമെന്ന് ഗവേഷകർ ഉറപ്പിക്കുന്നു. അതേസമയം ഡിസംബർ 4-ന് ജ്യോതിശാസ്ത്രജ്ഞരുടെ പ്രവചനം അച്ചട്ടാക്കി കുഞ്ഞൻ ചിഹ്നഗ്രഹം റഷ്യയ്ക്ക് മുകളിൽ തീഗോളമായി. റഷ്യയുടെ വിദൂര ഭാഗത്തുള്ള യക്കുട്യ പ്രദേശത്തിന് മുകളിൽ വെച്ചാണ് ചിഹ്നഗ്രഹം കത്തിച്ചാമ്പലായതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. 70 സെന്റിമീറ്റർ മാത്രം വ്യാസമുള്ള ചിഹ്നഗ്രഹം സൈബീരിയയ്ക്ക് മുകളിൽ വെച്ച് കത്തിജ്വലിക്കുമെന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരുന്നു. 7 മണിക്കൂറിനുള്ളിൽ ഉൽക്ക തീഗോളമാകുമെന്നായിരുന്നു കൃത്യസമയം സഹിതം ESAയുടെ മുന്നറിയിപ്പ്. ഇതേ തുടർന്ന് റഷ്യൻ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം അധികൃതർ നൽകി. പ്രവചനം അച്ചട്ടാക്കി പുലർച്ചെ ഉൽക്ക തീഗോളമായി ആകാശത്ത് എരിഞ്ഞമരുന്നത് ദൃശ്യമായി. മുന്നറിയിപ്പുണ്ടായിരുന്നതിനാൽ ഈ പ്രതിഭാസത്തിന്റെ വീഡിയോ പകർത്താൻ നിരവധി പേർക്കായി. 70 സെന്റിമീറ്റർ മാത്രമായിരുന്നു വലിപ്പമെങ്കിലും ഉൽക്കാജ്വലനം അതിമനോഹരമായാണ് ദൃശ്യമായത്. ഉൽക്ക വീണ് നാശനഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ എല്ലാ മുന്നൊരുക്കങ്ങളും പ്രദേശത്ത് നടത്തിയിരുന്നു. കത്തിയമർന്ന ഉൽക്കയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഭൂമിയിൽ പതിച്ചതായി ഇതുവരെ റിപ്പോർട്ടുമില്ല. ജ്വലനത്തിന് ഏതാണ്ട് 12 മണിക്കൂർ മുൻപാണ് ഈ ഉൽക്കയെ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ചിഹ്നഗ്രഹങ്ങളും ഉൽക്കകളും സാധാരണയായി ഭൗമാന്തരീക്ഷത്തിൽ വെച്ചുതന്നെ കത്തിയമരാറാണ് പതിവ്. ചുരുക്കം ചില ബഹിരാകാശ പാറക്കഷ്ണങ്ങളെ ഭൂമിയിൽ പതിക്കാറുള്ളൂ. ഭൂമിക്ക് 75 ലക്ഷം കിലോമീറ്റർ അടുത്തെത്തുന്നതും കുറഞ്ഞത് 150 മീറ്ററെങ്കിലും വലിപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളെ ഭൂമിക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണി സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൂ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.